സ്റ്റുഡൻസ് എല്ലാവരും +2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഒന്ന് എന്താ പറയുന്നത് വെക്കേഷൻ ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങി കാണും അല്ലേ. ഇപ്പം നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നത് ഓക്കെയാണ്, ബട്ട് എന്നാലും അതിനുശേഷം നമ്മളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കുറേ പേര് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ പേര് അതിനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് പെൻഡിങ് ഇങ്ങനെ മാറ്റി വെച്ചേക്കോ, വെക്കേഷനൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ഫ്യൂച്ചർ പ്ലാനിലോട്ടൊക്കെ ചിന്തിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ഫീൽഡിലേക്കും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയയും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. +2 ഏത് സ്ട്രീം എടുത്തവർക്കും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഏതൊരു ഫീൽഡ്, ഈവൻ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരായിക്കോട്ടെ, ഏതൊരു ഫീൽഡ് എടുത്തവർക്കും നല്ല രീതിയിലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കാണുമല്ലേ അങ്ങനെ ഒരു ഫീൽഡ് ഏതാണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഏവിയേഷൻ ഫീൽഡ് തന്നെയാണ്. നമുക്ക് ഏതൊരു സ്ട്രീം എടുത്തവർക്കും ഒരേപോലെ ചൂസ് ചെയ്ത് കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. പല സ്റ്റുഡൻസും അവരുടെ ഒരു പാഷനായിട്ട് തന്നെ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏവിയേഷൻ ഫീൽഡിൽ ഒരു ജോലി എന്നുള്ളത് ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കൂടാതെ കുറച്ച് വിഭാഗം ആൾക്കാർ ഇതിനെ ഒരു ഹൈ പെയ്ഡ് സാലറി ജോബ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, നമുക്ക് ഇന്നൊരു ഫീൽഡിൽ ഇന്നൊരു പോസ്റ്റിൽ ഉയർന്ന നിലയിലൊക്കെ ഇരിക്കാം, അങ്ങനെ കരുതുന്നവരും ഉണ്ട് കേട്ടോ. സോ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഏവിയേഷൻ ഫീൽഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏവിയേഷൻ ഫീൽഡിൽ തന്നെ ഒരു കോഴ്സാണ് BBA ഇൻ ഏവിയേഷൻ, അതായത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഏവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം BBA കോഴ്സ്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോർമലി ഉള്ളൊരു UG പ്രോഗ്രാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. 3 ഇയർ ഡ്യൂറേഷൻ, 3 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. സോ ഈ ഒരു കോഴ്സിൽ നമ്മൾ BBA കോഴ്സിന് മെയിൻലി കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ലെവൽ അല്ലെങ്കിൽ കൊമേഴ്സ് ലെവൽ, അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഫീൽഡിലോട്ടൊക്കെ ഉള്ള ഒരു എൻട്രി ലെവൽ കോഴ്സുമായിട്ടാണ് ഈ ഒരു BBA, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തന്നെ. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രീസും ഹയർ ചെയ്യുന്ന അവരുടെ സ്റ്റാഫുകളെ ഹയർ ചെയ്യുന്നത് സെറ്റ് ഓഫ് സ്കിൽസിന്റെ റിക്വയർമെന്റിന്റെ ബേസിസിൽ മാത്രമാണ് ഹയറിംഗ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഹയറിംഗ് പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് തന്നെ. സോ BBAക്ക് ഒപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസ് കുറച്ചും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആഡ് ഓൺ കോഴ്സുകളാണ് നമുക്ക് ഈ BBAയുടെ കൂട്ടത്തിൽ പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് ആഡ് ഓൺ കോഴ്സുകൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യലൈസേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. ഈ ഒരു സ്പെഷ്യലൈസേഷൻസിനകത്ത് നമ്പർ 1 സ്പെഷ്യലൈസേഷൻ, അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് ഈ ഒരു ഏവിയേഷൻ ഫീൽഡിനെ അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സിനെ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഏവിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കൊണ്ട്, ഈ ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എയർപോർട്ട് ഓപ്പറേഷൻസ്, എയർലൈൻ മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ ലോ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി തന്നെയാണ് നമുക്ക് ഈ ഒരു ഏവിയേഷൻ ത്രൂ അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സ് ത്രൂ നമുക്ക് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് മെയിനായിട്ട് നമ്മളൊന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ലെവലിലും അതുപോലെ തന്നെ ലീഡർഷിപ്പ് തലത്തിലും സ്റ്റുഡൻസിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവരെ ഒന്ന് ആ ഒരു ഫീൽഡിലേക്ക് പ്രാപ്തരാക്കുന്നതാണ് BBA ഏവിയേഷൻ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത് തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ +2 ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും ഈ ഒരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും 50% മുകളിൽ ആ ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് BBA ഏവിയേഷൻ കോഴ്സും പഠിക്കാവുന്നതാണ്. ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. MBA തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. MBA തന്നെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഏവിയേഷൻ ചൂസ് ചെയ്താൽ മതിയായിരിക്കും. സോ നോർമലി ഉള്ളൊരു അണ്ടർ ഗ്രാജ് UG ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 3 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് ഏവിയേഷൻ ഫീൽഡിലുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ മേ ബി ഇതിനകത്തൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസോ ഒക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ആയിക്കോട്ടെ ട്രെയിനിങ്ങിന്റെ ഒരു ഡ്യൂറേഷൻ ചേഞ്ച് വരിക. അതായത് അപ് ടു 1 ഇയർ വരെ വരുന്നതുണ്ട്, 6 monthsന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ.
കാരണം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ലഭിച്ചാൽ മാത്രമേ ഏവിയേഷൻ കോഴ്സിലൂടെ ഒരു സ്റ്റുഡന്റിനെ ആ ഏവിയേഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഒരു അടിത്തറ പായിക്കൊണ്ട് അതിന് പഠിച്ച് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊണ്ട് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഏവിയേഷൻ BBA ഇൻ ഏവിയേഷൻ കോഴ്സിന്റെ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 സിലബസ് കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോഴ്സാണിത്. അതായത് ഏവിയേഷന്റെ സിലബസും ഉണ്ട്, മാനേജ്മെന്റ് തലത്തിലുള്ള സിലബസും ബിസിനസ് മാനേജ്മെന്റ് തലത്തിലുള്ള സിലബസും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് പ്ലസ് ഫണ്ടമെന്റൽസ് ഓഫ് ഏവിയേഷൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഏവിയേഷൻ ഫണ്ടമെന്റൽസ്, എയർലൈൻ മാനേജ്മെന്റ്, എയർപോർട്ട് ഓപ്പറേഷൻ, എയർലൈൻ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ഏവിയേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ ഏവിയേഷൻ, ഏവിയേഷൻ ലോ, ഇങ്ങനെയുള്ള കുറേ സിലബസ്, അതായത് ഏവിയേഷനെ സംബന്ധിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏവിയേഷൻ BBA ഇൻ ഏവിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനകത്ത് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. ഇത് കൂടാതെ തന്നെ BBA കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. ബിസിനസ് ലോസ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ഫണ്ടമെന്റൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നും കൂടെ ഈ ഒരു സിലബസ് വൈസ് കുറച്ചും കൂടെ ആഡ് ഓൺസിനകത്ത് വരുന്നത്. എയർപോർട്ട് ഓപ്പറേഷൻസിന്റെ ലീഡർഷിപ്പ് റോളിലോട്ടും എയർപോർട്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് കൂടാതെ തന്നെ അനവധി തരം സെക്ടേഴ്സിൽ, ഏവിയേഷൻ തന്നെ ഒട്ടനവധി തരം സെക്ടേഴ്സിലോട്ടും ഒക്കെ ഒരു സ്റ്റുഡൻസിനെ വെൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഏവിയേഷൻ കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റ് ഇറങ്ങുന്നത് തന്നെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് ശേഷമുള്ള ഒരു ഫീൽഡ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു കോഴ്സിന് ശേഷം ലഭിക്കുന്ന ജോബിനകത്ത് നമുക്ക് നോർമലി ഉള്ള ജോബിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് പേഴ്സണാലിറ്റീസിനെ മീറ്റപ്പ് ചെയ്യും. സോ ഇതിലൂടെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഹൈ ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ സെക്ടർ തന്നെയാണ് നമ്മുടെ ഈ ഏവിയേഷൻ സെക്ടർ എന്ന് പറയാനായിട്ട് സാധിക്കും, വിത്ത് വൈഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർലി നമുക്ക് ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു ഏവിയേഷന്റെ അല്ലെങ്കിൽ എയർലൈൻസിന്റെ ആയിക്കോട്ടെ, എയർപോർട്ട്സിന്റെ കണക്കൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഇയർലി എയർപോർട്ട്സ് വർദ്ധിച്ചു വരുവാണ്, അതിനൊപ്പം തന്നെ എയർലൈൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സ്കോപ്പിന്റെ കാര്യത്തിലോ കരിയറിന്റെ കാര്യത്തിലോ എന്തായാലും ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാനായിട്ട് സാധ്യതയൊന്നും കാണത്തില്ല. BBA ഏവിയേഷൻ കഴിഞ്ഞൊരു സ്റ്റുഡന്റിന് എയർപോർട്ട്സ്, എയർലൈൻസ്, ഫ്ലൈറ്റ് സ്കൂൾസ്, എയർലൈൻ ഇൻഷുറൻസ് കമ്പനീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെയിൽസ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനീസ്, ഇങ്ങനെയുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയാസിലൊക്കെയാണ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നത്. സോ നോർമലി ഏവിയേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു ഫീൽഡിനാണ് ജോബ് സെക്യൂർ ആവുന്നെന്നുണ്ടെങ്കിലും എയർപോർട്ട്, എയർലൈൻ മാനേജ്മെന്റ് ആ ഒരു ഫീൽഡിൽ നമുക്ക് ജോലി നോക്കുന്നവർക്ക് ഒരു 5 തരത്തിൽ അല്ലെങ്കിൽ 5 ടൈപ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ജോബിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അത് കുറച്ചും കൂടെ ഈസി ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വരുന്നത് എയർപോർട്ട് ഓപ്പറേഷൻസ് ആണ്. സോ ഈ എയർപോർട്ട് ഓപ്പറേഷൻസിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഫീൽഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു പോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ട് ഓപ്പറേഷൻസ് മാനേജർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കൺട്രോൾ മാനേജർ ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റാഫ് മാനേജർ ഉണ്ട്, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് മാനേജർ ഉണ്ട്, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് എയർലൈൻ മാനേജ്മെന്റ് ആണ്. സോ ഈ എയർലൈൻ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന ജോബ്സ് എന്ന് പറയുന്നത് എയർലൈൻ മാനേജ്മെന്റ് മാനേജർ ഉണ്ട്, എയർലൈൻ ഓപ്പറേഷൻസ് മാനേജർ ഉണ്ട്, കസ്റ്റമർ റിലേഷൻസ് മാനേജർ. മൂന്നാമതായിട്ട് വരുന്നത് ഏവിയേഷൻ കൺസൾട്ടിംഗ് ആണ്. ഇതിന് അണ്ടറിൽ വരുന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏവിയേഷൻ കൺസൾട്ടന്റ് ആണ്. നാലാമതായിട്ട് വരുന്നത് ലോജിസ്റ്റിക്സ് ആണ്, കാർഗോ ലോജിസ്റ്റിക്സ് മാനേജർ, കാർഗോ ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, ലോജിസ്റ്റിക്സ് കൺട്രോളർ, ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അതർ റോൾസ് ആണ്. അതായത് എയർ ട്രാഫിക് കൺട്രോളർ, എയർ ട്രാഫിക് മാനേജർ, ഏവിയേഷൻ സേഫ്റ്റി മാനേജർ, ഏവിയേഷൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഏവിയേഷൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാനേജർ. സോ ഈ ഒരു രീതിയിലാണ് അതർ റോൾസിനകത്ത് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ഫീൽഡിലോട്ടൊക്കെ ജോബ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ പോസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് BBA ഏവിയേഷനെ സംബന്ധിച്ച് ഒട്ടനവധി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണും. സോ BBA ഏവിയേഷനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, കോളേജിനെ കുറിച്ചിട്ടായിക്കോട്ടെ, അഡ്മിഷൻ പ്രൊസീജിയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.